ആദ്യമായി ഒരു വനിതാ പ്രധാനമന്ത്രി ഉണ്ടായ ശ്രീലങ്കയുടെ അമരത്തേക്ക് പ്രധാനമന്ത്രിയായി വീണ്ടും ഒരു വനിത എത്തുകയാണ്. ഹരിണി അമരസൂര്യ, ശ്രീലങ്കയുടെ 16ാമത്തെ പ്രധാനമന്ത്രി. സാമൂഹ്യ പ്രവർത്തക, സർവകലാശാല അധ്യാപിക, വിദ്യാഭ്യാസ അവകാശ പ്രവർത്തക. കേവലം രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതുകൊണ്ട് കൂടിയാണ് സാമ്പത്തിക പ്രതിസന്ധിയും ആഭ്യന്തര കലാപവും നടുവൊടിച്ച ശ്രീലങ്കൻ ജനതയുടെ പുതിയ പ്രതീക്ഷയായി ഈ 54കാരി മാറുന്നത്. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി അനുരാഗ് കുമാര ദിസനായികയെ ചുമതലയേറ്റതിനെ തുടർന്ന് ദിനേശ് ഗുണവർദ്ധന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു. പിന്നാലെയാണ് അനുരാഗ് കുമാര ദിസനായികയെ ഹരിണിയെ പ്രധാനമന്ത്രിയായി നിയമിച്ചത്. 6,55,289 വോട്ടുകളാണ് ഹരിണി തിരഞ്ഞെടുപ്പിൽ നേടിയത്. ശ്രീലങ്കയുടെ 3ാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ഹരിണി അമരസൂര്യ. സിരിമാവോ ബന്ധാരനായികെ, ചന്ദ്രിക കുമാരതുംഗെ എന്നിവരാണ് ഇതിനു മുൻപ് പ്രധാനമന്ത്രിയായിട്ടുള്ള വനിതകൾ. രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നല്ലാത്ത ആദ്യ വനിതാ പ്രധാനമന്ത്രി. വടക്കൻ മധ്യ ശ്രീലങ്കയിലെ അനുരാധാപുരയിലെ കർഷക കുടുംബത്തിൽ അല്ലലും ആദിയും മറിഞ്ഞു വളർന്ന കുട്ടിക്കാലം. കർഷക തൊഴിലാളിയായ അച്ഛനെ കണ്ടു വളർന്ന ഹരിണിക്ക് തൊഴിലാളി വർഗ ഉന്നമന ആശയങ്ങളോടല്ലാതെ മറ്റൊരാശയങ്ങളോടും താല്പര്യം തോന്നിയില്ല. ഡൽഹിയിലെ ഹിന്ദു കോളേജ് സർവകലാശാലയിലാണ് ബിരുദം പൂർത്തിയാക്കിയത്. ശേഷം ഓസ്ട്രേലിയയിൽ അപ്ലൈഡ് ആന്ത്രോപോളജിയിൽ ബിരുദാനന്തര ബിരുദം, എഡിൻബർഗ് സർവകലാശാലയിൽ നിന്നും സോഷ്യൽ ആന്ത്രോപോളജിയിൽ PhDയും നേടി. പഠനത്തിനു ശേഷം നാട്ടിലെത്തിയ ഹരിണി ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് ഡെവലപ്മെന്റ് രംഗത്ത് സജീവ പ്രവർത്തകയായി. സോഷ്യൽ ഹെൽത്ത് ഓഫീസറായിട്ടാണ് ഹരിണി കരിയർ ആരംഭിച്ചത്. 1990കളിൽ യുദ്ധത്തിൽ തകർന്ന സാധാരണക്കാരുടെ കണ്ണീരൊപ്പിയും എയ്ഡ്സ് രോഗികൾക്ക് തണലായും സുനാമി ബാധിത പ്രദേശങ്ങളിലെ കുഞ്ഞുങ്ങൾക്കായും അവർ നിലകൊണ്ടു. ജാതി മത വർഗ വ്യത്യാസമില്ലാതെ ലിംഗതുല്യതയ്ക്കും LGBTQ സമൂഹത്തിന്റെ നീതിക്ക് വേണ്ടിയും അവർ നിരന്തരം ശബ്ദമുയർത്തി. വലിയൊരു ജനതയ്ക്ക് ഞാൻ അമ്മയാണ്, അതിനാലാണ് എനിക്ക് സ്വന്തം രക്തത്തിൽ കുട്ടികളില്ലാത്തതെന്ന് അവർ അടുത്തിടെ ഒരു മാധ്യമത്തോട് അഭിമാനപൂർവ്വം പറയുകയുണ്ടായി. 2011ലാണ് ശ്രീലങ്ക ഓപ്പൺ സർവകലാശാലയിലെ സോഷ്യോളജി വിഭാഗത്തിൽ സീനിയർ പ്രൊഫസറായി ഹരിണി ചുമതലയേറ്റത്. ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഭാഗമായി സംഘടനാ പ്രവർത്തനങ്ങളിലും സജീവമായി. അവകാശ സംരക്ഷണത്തിനായി 2011-12 നടന്ന സർവകലാശാല അധ്യാപക സമരങ്ങളായിരുന്നു ഹരിണിയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്. വിദ്യാഭ്യാസ കച്ചവടത്തെ എതിർത്ത ഹരിണി സൗജന്യ വിദ്യാഭ്യാസ നയത്തിനു വേണ്ടി നിലകൊണ്ടു. 2019 ശ്രീലങ്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അനുരാഗ് കുമാര നായികയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച നാഷണൽ ഇന്റലക്ച്വൽ ഓർഗനൈസേഷനിൽ ഹരിണിയും അംഗമായിരുന്നു. 2020 തിരഞ്ഞെടുപ്പിലാണ് ഹരിണി പാർലമെന്റിലെത്തുന്നത്. അധ്യാപികയായ ഹരിണി രാഷ്ട്രീയ ജീവിതത്തിൽ നീതി പുലർത്തുമോ എന്നായിരുന്നു അക്കാലത്തുയർന്ന വലിയൊരു ചർച്ച. എന്നാൽ അത്തരം വാക്കുകൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടതായിരുന്നു പിന്നീടുള്ള ഹരിണിയുടെ ഓരോ പ്രവർത്തനവും. 2022 ശ്രീലങ്ക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് സർക്കാരിനെതിരെയുള്ള NPP പ്രതിഷേധങ്ങളിൽ ഹരിണി സജീവ സാന്നിധ്യമായി. ജാതി ലിംഗ വർഗ വ്യത്യാസമില്ലാതെ സമൂഹത്തിലെ എല്ലാ തട്ടിലും ഹരിണി സ്വീകാര്യയായത് NPPയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നിലുള്ള നിർണായക ഘടകങ്ങളിലൊന്നായി. വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, വൊക്കേഷണൽ ട്രെയിനിങ് വകുപ്പുകളും ഹരിണിയുടെ ചുമതലയിലാണ്. ശ്രീലങ്കൻ രാഷ്ട്രീയ ഭൂമികയിലേക്ക് എന്തൊക്കെ സംഭാവനകൾ ഹരിണിക്ക് നൽകാനാവുമെന്ന് കാത്തിരുന്ന് കാണാം.